കിയയുടെ ഏറ്റവും പുതിയ സബ് കോമ്പാക്ട് SUV ആണ് ഇന്ന് എൻ്റെ കൂടെയുള്ളൊരു വാഹനത്തിൻ്റെ പേര് സിറോസ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്ന മുമ്പ് എനിക്ക് പറയാനുള്ള വെച്ചാൽ കിയ എന്നൊരു കമ്പനിയുടെ സ്ട്രാറ്റജിയാണ്. ഈ ഒരു വാഹനത്തിന് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ചായ തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയോ? K1 പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. K1 എന്ന് പറയുമ്പോൾ നിയോസ് എക്സ്റ്റർ, ഈ രണ്ട് വാഹനം നിർമ്മിച്ച സെയിം പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കീ എപ്പോഴും ബ്രില്യൻ്റ്ലിയാണ് വർക്ക് ചെയ്യുക. അതായത് ശരിക്കും വേണമെങ്കിൽ അവർക്ക് എക്സ്റ്ററിൻ്റെ കിയ വേർഷൻ ഇറക്കായിരുന്നു. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു വാഹനം അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം കിയയുടെ പോർട്ട്ഫോളിയോയിൽ എവിടെ ഇരിക്കണമെന്ന് കൂടി ഞാൻ പറയാം. അതായത് സോണറ്റ് ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും സെൻട്രലാണ് ഈ വാഹനം. അതായത് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ സോണറ്റിൻ്റെയാണ്, പക്ഷേ ഈ വാഹനത്തിൻ്റെ വീതി സോണറ്റിൻ്റെ അല്ല. അതായത് ഏകദേശം നമുക്ക് സെൽട്ടോസിൻ്റെ അടുത്ത് ഈ വാഹനത്തിന് വീതി വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ വീൽ ബേസും ഏകദേശം സെൽട്ടോസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഇൻ ബിറ്റ്വീൻ എന്ന്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസിന് ഇന്നത്തെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് കാണുമ്പോൾ നമുക്ക് പല വാഹനങ്ങളുടെ ഒരു ഫീൽ വന്നു പോകും. റീസൺ എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഫേസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് EVയിലേക്കാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഗ്രില്ലിനെ കുറച്ചും കൂടി താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും ഈ വാഹനത്തിനകത്ത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള കുറേ ലൂവേഴ്സും കൂടി കാണാൻ സാധിക്കും. സോ ഈ വാഹനത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലാമ്പ്സ് കേസ് നോക്കുകയാണെങ്കിൽ വെർട്ടിക്കലാണ് 3 പ്രൊജക്ടേഴ്സ് കാണാൻ പറ്റും. അതുപോലെ DRLs പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ഇനി മാത്രം ബമ്പേഴ്സ് കേസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബൾജ്ഡ് അപ്പ് ആയിട്ടുള്ള ബമ്പേഴ്സാണ്. സെൻസേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ മാത്രം ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് എഡാസ് ലെവൽ 2 ഉണ്ട്. അപ്പോൾ എഡാസ് ലെവൽ 2 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ക്യാമറ, ഒന്ന് സെൻസർ. ഇത് രണ്ടും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് കണക്റ്റഡ് DRLs വന്നിട്ടില്ല. അതിൻ്റെ പകരം നമുക്കൊരു ബ്ലാക്കിൽ ഒരു സംഭവം അതുണ്ട്. ആക്ച്വലി ഈ വാഹനത്തിന് രസകരമായിട്ടുള്ള ആ ഒരു ഫേസ് ഡിസൈൻ നൽകുന്നുണ്ട്. കിയയുടെ ആ ഒരു ലോഗോയും കൂടി ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എങ്ങനെയുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ബ്രില്യൻസി ഇവിടെ കഴിയുന്നില്ല കിയയുടെ, ഇതിൻ്റെ അകത്തും ബ്രില്യൻസി ഉണ്ട്. എന്താണെന്നല്ലേ ഞാൻ ആദ്യം ബോണറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബ്രില്യൻസി അവസാനിക്കുന്നില്ല, ബ്രില്യൻസി ഇരിക്കുന്നതിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം K1 പ്ലാറ്റ്ഫോമാണ്. പക്ഷേ K1 പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്ത എഞ്ചിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 2 എഞ്ചിനാണ്. ഒന്ന് 1 ലിറ്റർ TGDI, അതായത് പെട്രോൾ എഞ്ചിൻ. അതിൻ്റെ അകത്ത് നമുക്ക് DCT ഗിയർ ബോക്സും അതുപോലെ മാനുവൽ ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1.5ൻ്റെ ടർബോ ഡീസലും കൂടി അവൈലബിൾ ആണ് വിത്ത് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും അതുപോലെ തന്നെ ഒരു മാനുവൽ ഗിയർ ബോക്സും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഈ ഒരു കപ്പാ സീരീസ് ഓഫ് എഞ്ചിൻ കോൺട്രാക്ട് തന്നെയാണ് ഈ വാഹനത്തിൽ വന്ന ആ ഒരു ബ്രില്യൻസി. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് മെറ്റീരിയൽസിലെ കുറച്ച് വെയിറ്റ് കൂടിയ ഒരു ഫീൽ ഉണ്ട്. സോ ഇതെല്ലാം ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയിൽ കൺവേർട്ട് ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. സിറോസിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷനലി കാണുന്ന ഒരു വാഹനം പോലെയല്ല, കുറച്ചും കൂടി ടോൾ ബോയ് ഡിസൈനാണ്. അപ്പോൾ ടോൾ ബോയ് എന്ന് പറയുമ്പോൾ വാഗ്നർ പോലെയാണോ? അല്ല, നല്ല രീതിക്ക് മാറ്റങ്ങളുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 17 ഇഞ്ചാണ് ഡുവൽ ടോണിൻ്റെ അലോയ്സ് വരുന്നത്. അത് മാത്രമല്ല ഈ വാഹനം ഒരു SUV ആണ്. സോ അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അൺഫിനിഷ്ഡ് ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 180ൻ്റെ അടുത്തോളം ഉണ്ട്. കൃത്യമായിട്ടുള്ള സ്പെക്ക് കമ്പനി പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു 180ൻ്റെ അടുത്ത് വരാൻ ചാൻസസ് ഉണ്ട്. ORVMൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. ORVM ഇപ്പോൾ ഡോറിലാണ്. സോ നമുക്ക് ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട്സ് നല്ല രീതിക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു ഈ വാഹനം കൺവെൻഷണൽ ഒരു വാഹനമല്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. നോർമലി ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുന്ന ഡിസൈൻ നമ്മൾ സ്ഥിരമായി കാണാറില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എവിടെയൊക്കെ ഒരു ജീപ്പ് റെനഗേഡിൻ്റെ ഒക്കെ ഫീൽ നൽകുന്നുണ്ടുള്ള കാര്യം പറയാം. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. സോ നമ്മൾ മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കാരണം ഈ വാഹനത്തിന് ഡ്രാഗിൻ്റെ ആ ഒരു റേറ്റ് നല്ല രീതിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ റഫ് ഫിനിഷിൻ്റെ ആ സെയിം റഫ് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് കൂടി പോയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഈ വാഹനത്തിന് കുറച്ചും കൂടി ആ ഒരു റഫ്നെസ് നൽകുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള റൂഫ് റെയിൽസ് ഉണ്ട്. വാഹനത്തിനകത്ത് പാനോറാമിക് സൺ റൂഫ് വരുന്നുണ്ട്. സോ അതെല്ലാം നമുക്ക് അകത്തുനിന്ന് നോക്കാം. ബി പില്ലറിന് ശേഷം ഈ വാഹനത്തിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ക്വർക്കി ആയിട്ട് മാറുന്നുണ്ട്. അതായത് കൺവെൻഷണൽ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെയും നമുക്ക് ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബൾജ്ഡ് അപ്പ് ആണ്. അത് കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റിൽ മാക്സിമം സ്പേസ് ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ക്വാർട്ടർ ഗ്ലാസിൻ്റെ വലിപ്പം കുറച്ചും കൂടി കൂടുതലാണ്. സ്ഥിരമായി കാണുന്ന വാഹനം പോലെയല്ല. സോ അത് കാരണം അകത്ത് കുറച്ചും കൂടി ആ ഒരു വെളിച്ചം വരും എന്നുള്ള കാര്യം പറയാം. ഇനി ഈ ഒരു ഭാഗമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെ ഇതിനൊരു ബേബി ഡിഫൻഡർ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ചോപ്പിംഗ് കാരണം. സോ ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബിറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് മൊത്തത്തിൽ. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് ലൈറ്റ് ക്രമീകരിച്ച് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സ് വരുന്നത് കുറച്ചുകൂടി മുകളിലാണ്. സോ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡിസൈൻ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയറിലേക്ക് പോവാം. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ചോപ്പിംഗ് പ്രോപ്പറായിട്ടൊരു കട്ട് ബോർഡ് ചോപ്പ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. പക്ഷേ
കണ്ട് വരുമ്പോൾ ഇഷ്ടപ്പെടും. ഇനീഷ്യലി വന്നപ്പോൾ ഈ വാഹനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുറച്ച് നേരമായപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കൊള്ളാലോ ഈ ഒരു ഡിസൈൻ എന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടെയിൽ ലാമ്പ് കാണാൻ സാധിക്കും. ഒരു L ഷേപ്പിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ ഒരു റിയറിലെ ആ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചും കൂടി ബൾജ്ഡ് അപ്പാണ്. കിയയുടെ ആ ഒരു ലോഗോ കാണാൻ സാധിക്കും. സിറോസിൻ്റെ ബാജിങ്, അതുപോലെ തന്നെ 7 DCT, അതായത് ഈ വാഹനം പെട്രോളാണ്. 7 സ്പീഡ് DCT ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഗിയർ ബോക്സ്. ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബമ്പേഴ്സും ഈ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ അത്രത്തോളം ബൾജപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ഇവിടെ നമുക്ക് ഒരു കട്ട് ആൻഡ് ക്രീസസ് കാണാൻ സാധിക്കും. ഡുവൽ കളറിലാണ് എൻ്റെ ബമ്പേഴ്സ് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. ഷാർക്ക് ഫിൻ ആൻഡ് അതുപോലെ ഒരു ചെറിയൊരു സ്പോയിലറും കൂടി ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ റിയറിൽ എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന്. സിറോസിൻ്റെ ബൂട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 465 ലിറ്ററാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്കൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു പാർസൽ ട്രെയിനിൻ്റെ വലിപ്പം കുറഞ്ഞ പോലത്തെ ഫീൽ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. സോ ഈ റിക്ലൈനിങ് ആംഗിളും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു കിയയുടെ ഏറ്റവും പുതിയ സിറോസിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. സിറോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വാഹനത്തിൻ്റെ ആ ഒരു ടോൾ ബോയ് ഡിസൈൻ കാരണം തന്നെ നമുക്ക് ഇൻഗ്രസ് ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് ഭയങ്കര കംഫർട്ടബിളി ഇതിൻ്റെ അകത്ത് വന്ന് ഇരിക്കാൻ സാധിക്കും. അതിനുശേഷം ഡോർ ക്ലോസ് ചെയ്യാം. സിറോസിൻ്റെ ഇൻറ്റീരിയേഴ്സിലും നമുക്ക് ആ ഒരു കിയയുടെ ബ്രില്യൻസി കാണാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ K1 പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നമുക്ക് എവിടെയും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ അല്ലെങ്കിൽ നിയോസിൻ്റെ ഫീൽ കിട്ടുന്നില്ല. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ബ്രില്യൻസി ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേ കളർ ഡാഷ്ബോർഡാണ്, പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക അപ്പ് മാർക്കറ്റ് ഫീൽ എവിടേക്കോ കിട്ടുന്നുണ്ട്. സെൻറ്ററിൽ നമുക്കൊരു സെൻറ്റർ സ്പീക്കർ വരുന്നത്. കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഹാർമൺ കാർഡോണിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വിത്ത് 8 സ്പീക്കേഴ്സ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഭയങ്കര കുറച്ചും കൂടി ലക്ഷറിയസ് ഫീൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ നൽകാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ഫിനിഷാണ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു കവറിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കളർ ടോണിൻ്റെ മാറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ലാഷ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ്. കമ്പനി പറയുന്നത് 30 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ നോർമലി വാഹനങ്ങൾ എങ്ങനെ പറയാം, ഇത് 12.3, ഇത് 12.3 അങ്ങനെയല്ല പറയാം. ഇത് 30 ഇഞ്ച് പറയാനുള്ള റീസൺ വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ ആക്ച്വലി ഇത് കണക്റ്റഡ് ആണ്. അതായത് AC-യുടെ ആ ഒരു ബ്ലോവറിൻ്റെ ഒക്കെ ആ ഒരു സംഭവമില്ലേ, അത് ഇവിടെയാണ് കാണിക്കുക. അപ്പോൾ എനിക്ക് ആക്ച്വലി കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ചാവിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഓഫായിരിക്കുന്നത്. ഇനി സ്റ്റിയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് നോർമലി റൗണ്ട് ഷേപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെയും ഫ്ലാറ്റ് ബോട്ടമാണ്, ഇവിടെയും ഫ്ലാറ്റ് ബോട്ടമാണ്. എവിടെയെങ്കിലൊക്കെ നമുക്ക് Ioniq 5ൻ്റെ സ്റ്റിയറിങ്ങുമായിട്ട് എവിടേക്കൊക്കെ റിസംബിൾ ചെയ്യുന്നുണ്ട്. ലെതർ റാപ്ഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സകലമാന കൺട്രോൾസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ എഡാസിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ട്രാക്ഷൻ മോഡ് ഉണ്ട്, ഡ്രൈവ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. AC വെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചബിൾ തോന്നും. പക്ഷേ ആക്ച്വലി 3 AC വെൻസ് ഇവിടെയും ഒരു AC വെൻസ് ഇവിടെയാണ്. പക്ഷേ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് അങ്ങനെയാണ്. ഇനി ഗ്ലോ ബോക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്ലോ ബോക്സ് തണുപ്പിക്കാൻ പറ്റില്ല. ഒരു ചെറിയ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടാം, മോഡ് ഇവിടെ തന്നെ മാറ്റാം. അതുപോലെ തന്നെ AC-യുടെ ഇതാണ്, ടെമ്പറേച്ചർ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കിയ കാർണിവലിൻ്റെ റിവ്യൂ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു സെയിം സംഭവമായിട്ടുള്ള USB ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് പവർ കൂട്ടണമെങ്കിൽ എൻ്റെ അകത്ത് നമുക്ക് പവർ കൂട്ടി യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജസ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ്ലി ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. കൂളിംഗ് പാഡ് എന്നുള്ള കേസിൽ കൺഫർമേഷൻ ഇല്ല, പക്ഷേ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഗിയർ സ്റ്റിക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയാം. നമ്മൾ സ്ഥിരമായ ഒരു കിയ വാഹനത്തിലോ അല്ലെങ്കിൽ ഹുണ്ടായി വാഹനത്തിലോ കാണുന്നതല്ല. ഈ ഒരു വാഹനത്തിന് ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ നമുക്ക് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സിന് പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ കപ്പിൻ്റെ സൈസ് എത്ര വലിപ്പം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അനുസരിച്ച് ഇവിടെ ഒരു അഡാപ്റ്ററും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് തണുക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു എയർ പ്യൂരിഫയർ ഉണ്ട്. അപ്പോൾ കിയയുടെ വാഹനത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു പെർഫ്യൂമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പെർഫ്യൂം റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം നല്ല രസമായിരിക്കും അതിൻ്റെ അകത്ത്, അതായത് നല്ല മണമായിരിക്കും എന്ന് പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഫീൽ വരുന്നുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ആ ഒരു സീറ്റിൻ്റെ വെന്റിലേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഈസിയാണ്. പ്രത്യേകിച്ച് നമുക്ക് മെനുവിൻ്റെ അകത്തൊന്നും തപ്പി കളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിൻ്റെ ആ ഒരു ORVM അതിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാ കൺട്രോൾസൊക്കെ നോർമലാണ്. ഈ വാഹനത്തിൻ്റെ പവർ വിൻഡോൻ്റെ പ്രത്യേകത നമുക്ക് പുറത്തുനിന്ന് പോളോയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് റിമോട്ടിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു വിൻഡോസിനെ അപ്പും ഡൗണും ചെയ്യാൻ സാധിക്കും. സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എവിടെയും കുറ്റം പറയാനില്ല. പ്രത്യേകിച്ച് എൻ്റെ സൈസിന് കറക്റ്റാണ്. അതുപോലെ തന്നെ റൂഫ് പ്രത്യേകിച്ച് എൻ്റെ സൈസ് അനുസരിച്ച് കറക്റ്റാണ്. അപ്പോൾ ടോൾ ബോയ് ഡിസൈൻ ആകുമ്പോഴുള്ള ഗുണമാണ്. അത് മാത്രമല്ല വലിയൊരു പാനോറോമിക് സൺ റൂഫ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഏരിയയാണ് എൻ്റെ അകത്തുള്ള ക്യാബിൻ. IRVMൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ആണ്. അതുമാത്രമല്ല SOS ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസ് ഉണ്ട്. ഈവൻ കിയ കണക്ട് ഫംഗ്ഷൻസ് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലസ്റ്ററിലാണ് ഇതിനകത്ത് എഡാസ് ലെവൽ 2ൻ്റെ ക്യാമറ ഇരിക്കുന്നത്.
ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബ്രില്യൻസിയിലാണ് ഞാൻ ആക്ച്വലി വീണ് പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് റോ. ഇനി നമുക്ക് എൻ്റെ സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ രസകരമായിട്ടുള്ള 2 ഫീച്ചേഴ്സ് ഉണ്ട്, അതും ഞാൻ പറയാം. സീറോസിൻ്റെ സെക്കൻഡ് റോയിലാണ് ഞാനുള്ളത്. ഇപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അകത്ത് 2 പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ സീറ്റ്സിനെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനെ റീക്ലെയിം ചെയ്യാനും സാധിക്കും. ഇതൊന്നും ഇതിന് മുമ്പ് വേറൊരു വാഹനത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് പഴയ വാഗനാറിൽ. എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സീറ്റിന് എനിക്ക് ഇത്രയും ഫ്രണ്ടിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ മാക്സിമം ബാക്ക്. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല ഇതിനെ നമുക്ക് റീക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റീക്ലെയിം ചെയ്യുമ്പോൾ ഗുണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ കംഫർട്ടബിളി കിടക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലാക്കി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. ഇത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു USP. അപ്പോൾ സ്പേസ് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിന് വീതി കൂടിയിട്ടുണ്ട്. സോ നമുക്ക് 3 പേർക്ക് സുഖമായിരിക്കാൻ പറ്റും. പക്ഷേ ലെങ്ത്തിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് കിയ സോണറ്റിന് വെച്ച് നോക്കുമ്പോൾ 50 mm കൂടുതലും, അതുപോലെ സെൽട്ടോസ് വെച്ച് നോക്കുമ്പോൾ 60 mm കുറവാണ്. അത് കാരണം തന്നെയാണ് ഇത്രത്തോളം സ്പേസിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇനി അമ്യൂണിറ്റീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരു പെർഫ്യൂം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഞാൻ ഫ്രണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. AC വെൻസ് ഉണ്ട്, USB-C ഉണ്ട്, ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഉണ്ട്, മാനുവലാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫീച്ചർ എനിക്ക് തോന്നുന്നു ഒരു 50-60 ലക്ഷത്തെ മാത്രമേ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു റിയർ സീറ്റിനെ നമുക്ക് വെന്റിലേറ്റഡ് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റ് പോലെ തന്നെ ഈ വാഹനം വെന്റിലേറ്ററായി മാറും. എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ വെന്റിലേറ്റർ ആവുള്ളൂ, ഈ ഒരു ഭാഗം വെന്റിലേറ്റർ ആവില്ല എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ കിട്ടിയ സ്പെക്ക് അനുസരിച്ച് ഈ ഒരു ഭാഗം മാത്രമേ വെന്റിലേറ്റർ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ റീക്ലൈനിങ് ആംഗിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുമ്പോഴും എൻ്റെ തല തട്ടുന്നില്ല. സോ ഈ ഒരു ടോൾ ബോയ് ഡിസൈനിൻ്റെ പ്രത്യേകതയാണത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്, റീഡിംഗ് ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോട്ട് ഹാങ്കർ ഉണ്ട്. അപ്പോൾ ഈ വാഹനം ഏറ്റവും പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ. അപ്പോൾ ഏകദേശം ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് വരാൻ പോകുന്നത് എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു 9 lakhs to 14 lakhs അണ്ടറിലായിരിക്കും. അതിൽ നമുക്ക് മാക്സിമം ഫീച്ചേഴ്സാണ് ഇവർ നൽകുന്നത്. അത് മാത്രമല്ല നമുക്ക് ആക്സറീസ് വൈസ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്ക്രീനൊക്കെ വെക്കാൻ സാധിക്കും. സോ ദാറ്റ് നമുക്കിങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ട് സുഖമായിട്ട് പടമൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഈ ഒരു സിറോസിൽ. ഇനി നമ്മൾ പ്രൈസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ വാഹനം നമ്മൾ അടുത്ത് തന്നെ ഓടിക്കും. സോ ഈ വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾ തിങ്സ് ഓട്ടോയിലും അതുപോലെ തന്നെ മാതൃഭൂമി ഓൾ തിങ്സ് ഓട്ടോയിലും കാണാൻ സാധിക്കും.